സൂപ്പർ ചാനൽ കോളേജിന്റെ ഡേയ്സ് ഇപ്പൊ ഒരു വർക്കിംഗ് സ്റ്റേജ്, അതായത് കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ഒരു പാറ്റേൺ ചെയ്ത് കോംബോയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് താല്പര്യം? അല്ല, ഒരു പാറ്റേൺ മനഃപൂർവ്വം ഉണ്ടായതല്ല കേട്ടോ. ഇപ്പൊ പറയുമ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേൺ ഉണ്ട്, വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നേരത്തെ ചിന്തിച്ചിട്ട് അങ്ങനെ പാറ്റേൺ പിടിച്ചതോ ഇനി ഈ കോംബോ തുടരണോ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ഇവരുമായിട്ട് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ് എന്ന് കരുതി എല്ലാ പടങ്ങളും ഇവരുമായിട്ട് ചെയ്യുക അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പടം ചെയ്യുമ്പോൾ അത് എന്റർടൈനർ ആവുക, അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക എന്ന് മാത്രമേ ചിന്തിക്കാറുള്ളൂ. അത് ഒരു പ്രീവിയസ് വർക്കുകളായിട്ട് റിസംബ്ലൻസ് വരുമോ? ശരിയാണ്, എല്ലാ ഇതുകൾക്കും റിസംബ്ലൻസ് വരാതിരിക്കും. പ്രീവിയസ് വർക്ക് പോലെ ആയിരിക്കില്ല എന്തായാലും ഈ വർക്ക്. ഇതിന് അതിൻ്റെതായിട്ടുള്ള മെറിറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പാറ്റേൺ അങ്ങനെ വന്നു പോയതാണ്, നമ്മളങ്ങനെ ബോധപൂർവം അങ്ങനെ പിടിച്ചിട്ടുള്ളതല്ല. ബ്രേക്ക് ചെയ്യാൻ അല്ല ഞാൻ ശ്രമിക്കാറ്. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു, ഇപ്പോൾ ദിനീഷേട്ടൻ പറഞ്ഞ പോലെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചത്രത്തോളം അത് ബ്രേക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല. അത് അങ്ങനെ പ്രൂവ് ചെയ്യണതിനേക്കാളും കുറച്ചും കൂടി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക, ആൾക്കാർ എൻജോയ് ചെയ്യുക, ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, എന്നെ ഞാൻ ബ്രേക്ക് ചെയ്യണതിനേക്കാളും അതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ല, ബ്രേക്ക് ചെയ്യില്ല എന്നല്ല, പക്ഷെ ആ ബ്രേക്ക് ചെയ്യാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെടണം, അത് ചെയ്താൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നണം. അല്ലാതെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്ത് അബദ്ധം ആയിപ്പോണ്ടാന്ന് ചെയ്യുന്ന എല്ലാ കഥാപാത്രങ്ങളിലും കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയി ചെയ്യുന്ന ഒരു ആളായിട്ട് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. മറ്റേ മകളുടെ കഥാപാത്രം അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ സിനിമയിലെ കഥാപാത്രം കേട്ടപ്പോൾ മനസ്സിലാക്കുന്നത് ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് ആണോ അതോ സ്ഥിരം കണ്ടുവരുന്ന കോമൺ ലവർ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നി? ചിലപ്പോൾ നിങ്ങൾക്ക് മുമ്പ് കണ്ടുപോയ കഥാപാത്രങ്ങളുടെ ഷെയ്ഡ് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷെ ഇതില് കഥയും കഥാപാത്രം തികച്ചും മറ്റുള്ള സിനിമകളിൽ ഞാൻ ചെയ്തിട്ടുള്ള മറ്റു സിനിമകളിൽ തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. പശ്ചാത്തലമാണെങ്കിലും അത് സംഭവിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ട് നിൽക്കുന്നതാണ്. ഇപ്പൊ എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളും അങ്ങനെ ചിരിപ്പിക്കുന്ന പടങ്ങൾ, ഇതുപോലുള്ള പടങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണോ? അത് എന്താണ് ഇതിലേക്ക് എത്താനുള്ള റീസൺ? ഹലോ, അല്ല, ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ, ഗിരീഷ് ഷെഡി. ഗിരീഷ് ഷെഡി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ മികച്ച 2 സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ 2 സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ 2 സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷിന് എനിക്ക് തോന്നുന്നത് തണ്ണീർമത്തൻ കഴിഞ്ഞൊരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചപ്പോഴാന്നേ ഉള്ളൂ. അപ്പോൾ ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് അങ്ങനെ ഇരുന്നപ്പോൾ ഗിരീഷ് കയ്യിലുള്ള 1-2 ഐഡിയകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ്, ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ അത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോകുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഇതില് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാത്യു ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒരു കോംബോ ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള സിനിമകളെ പോലെ, സിനിമകളിലുള്ള പോലെ നിങ്ങൾ പറയുന്ന പോലെ എൻ്റെയും അവൻ്റെയും കോംബോ ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആരും പ്രതീക്ഷിക്കണ്ട, അത് അല്ലേ? അതിലും
ഭയങ്കര മമിതയുടെ ക്വാളിറ്റി എന്ന് ഭയങ്കര എല്ലാവരിലും ചിരി ഉണർത്തും. ഓരോ കഥാപാത്രങ്ങളിലും അത് ഡെലിവറി ചെയ്യുന്നത്, കഥാപാത്രങ്ങളിലെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും എപ്പോഴാണ് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് മാറി ഇപ്പോൾ അനശ്വര രാജൻ ഇപ്പോൾ വേറൊരു രീതിയിലേക്ക് നേര് പോലെയുള്ള സിനിമകളിലൊക്കെ അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ബ്രേക്ക് ചെയ്ത് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? ഈ പ്രേമലുവിന് ശേഷം നമുക്ക് അങ്ങനെയുള്ള ക്യാരക്ടറിൽ മമിതയെ കാണാൻ പറ്റും? അത് തന്നെ വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ പറഞ്ഞതിൽ. കാരണം ഞാൻ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹാപ്പി ആക്കുന്നു എന്ന് ഒരു ഫാക്റ്റ് പറഞ്ഞതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ റോൾസ് നമ്മളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതിൽ ഡയറക്ടേഴ്സിന് ഒരു കോൺഫിഡൻസ് വേണം. ഇപ്പോൾ എന്നെ വെച്ച് ഇങ്ങനത്തെ ഒരു റോള് ചെയ്താൽ അത് നന്നാവും എന്നൊരു കോൺഫിഡൻസ് കൊടുക്കുന്നതോടെ വരെ എനിക്ക് കിട്ടുന്ന എന്ത് പ്രൊജക്ട്സ് ആണോ അതിൽ ഏറ്റവും ബെസ്റ്റ് എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ നല്ല റോൾസ് വരാൻ വേണ്ടിയിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. അപ്പം അതിന് ഇനിയും പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനിയും പ്രൂവ് ചെയ്യണം. അങ്ങനെ ട്രെയിലർ ആണെങ്കിലും ട്രെൻഡിങ് ആയിരുന്നു. ഇപ്പോഴാണെങ്കിലും ഒരു 19ാമത്തെ ട്രെൻഡിങ് ആണ് യൂട്യൂബിൽ. അപ്പോൾ അതിലെല്ലാവരും പറഞ്ഞ കമന്റ് എന്ന് പറഞ്ഞാൽ നെസ്ലിനും മമിതയും മെയിനായിട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നുള്ളത്. അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് നിങ്ങൾ എന്താ പറയുക, പഴയ ജോഡികളെയൊക്കെ പോലെ പണ്ട് ശോഭന ലാലേട്ടൻ എന്നൊക്കെ പോലെ നിങ്ങളിനി മുന്നോട്ടും അങ്ങനെ എല്ലാ സിനിമകളിലും നമുക്കിങ്ങനെ കാണാൻ പറ്റുമോ? അയ്യോ അറിയില്ല, നിങ്ങൾ പടം കണ്ടിട്ട് എങ്ങനെയാണോ അതിന്റെ റെസ്പോൺസ് അതനുസരിച്ച് വരും. ഇപ്പം ഞാനും നസ്ലിന്റെയും എൻ്റെ നസ്ലിന്റെയും കോംബോ വളരെ ആഗ്രഹിച്ചതാന്ന് പറയുമ്പം ഇതുവരെ ഞങ്ങൾ അങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല. സൂപ്പർ ശരണയിൽ ഞങ്ങൾ രണ്ട് ക്യാരക്ടേഴ്സ് ആയിട്ടായിരുന്നു, അങ്ങനെ കോംബോ ആയിട്ട് അങ്ങനെ വന്നിട്ടില്ല. എന്നിരുന്നാലും അങ്ങനത്തെ ഒരു കോംബോ എന്താ പറയുക, പ്രേക്ഷകർ അത് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ ഈ ട്രെയിലറും ഒക്കെ ഇറങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി വരുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇനിയിപ്പം പടം കണ്ടിട്ട് പറയാമോ? സൂപ്പർ ഷെന്നയിലെ കഥാപാത്രം വളരെയധികം ട്രെൻഡിങ് ആയ ഒരു കഥാപാത്രമായിരുന്നു. സോഷ്യൽ മീഡിയയിലെ സ്റ്റാറ്റസുകൾ നോക്കിയാലും ഇപ്പോൾ ഫെബ്രുവരി കഴിഞ്ഞ ആ ഒരു വർഷം ഫെബ്രുവരിയിലൊക്കെ പറയുമ്പോൾ താങ്കളുടെ സ്റ്റാറ്റസ് ആയിരുന്നു കൂടുതൽ സിംഗിൾസിന്റെ അങ്ങനെ. ഇപ്പോൾ പ്രേമലുവിന്റെ ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഇത് കുറച്ചുകൂടി ബോൾഡായിട്ട് അങ്ങനത്തെ ഒരു കഥാപാത്രമാണല്ലോ. അപ്പോൾ ഇനി തൊട്ട് അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാനാണ് താല്പര്യം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ നിൽക്കുന്ന? അങ്ങനെയില്ല. അത് ഇപ്പം സൂപ്പർ ശർമ്മയിൽ സോന ചെയ്ത കഥാപാത്രം അത് ആക്ച്വലി പ്രേക്ഷകരെ ഏറ്റെടുത്തത് കുറേ റിലേറ്റ് ചെയ്യാനുണ്ട് എൻ്റെ ക്യാരക്ടറായിട്ട്. അപ്പം അതുകൊണ്ടാണ് ഇപ്പോൾ പ്രേമിൽ ഇറങ്ങി കഴിയുമ്പം അതും ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് സോനയിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന റിനു എന്ന് പറഞ്ഞ ക്യാരക്ടർ. അപ്പോൾ അത് അങ്ങനെ ഇനിയിപ്പം വരുന്ന എനിക്കങ്ങനെ ഇന്ന ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്വഭാവ രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാനും ആസ് ആൻ ആക്ടർ ഓരോ പടം കഴിയുമ്പം എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പൊട്ടൻഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് ഞാനും എക്സ്പ്ലോർ ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് തോന്നുന്ന ക്യാരക്ടർ വരുമ്പം അത് എടുക്കാന്നുള്ളതേ ഉള്ളൂ. ചെയ്യുന്ന സിനിമകളുടെ പാറ്റേൺ വ്യത്യസ്തമാക്കണം ആഗ്രഹമില്ല എന്ന് പറയുമ്പോഴും ഈ സെയിം കാസ്റ്റും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടല്ലോ എല്ലാ സിനിമകളിലും. അപ്പൊ നമ്മളിപ്പോ കാണുന്ന ഫ്രണ്ട് ലൈൻ ആക്ടേഴ്സ് ആയിട്ടുള്ള ലാലേട്ടൻ, നമുക്ക് ദുൽഖർ, ഇവരൊന്നും നമ്മൾ കുറെ കാലമായിട്ട് സാധാരണക്കാരുടെ ഇടയിലുള്ള തമാശകളും കൗണ്ടറുകളും ഒക്കെ പറയുന്ന കഥാപാത്രങ്ങളായിട്ട് കണ്ടിട്ടുമില്ല. ഈവൻ ഫഹദിനെ പോലും അങ്ങനെ കണ്ടിട്ടില്ല ഭാവന സ്റ്റുഡിയോസിന്റെ അപ്പൊ ഈ അടുത്തൊന്നും. അപ്പൊ അങ്ങനെ ഒരു സിനിമ കുറച്ചുകൂടി വലിയ സ്റ്റാർസിനെ വെച്ചുകൊണ്ട്, എന്നാൽ ഇപ്പൊ ഈ കറുകുറ്റി ഭാഗത്തൊക്കെ ഉള്ള ചെറുപ്പക്കാരെ പോലെ അല്ലെങ്കിൽ അവരുടെ ജീവിതങ്ങളെ പോലെ അങ്ങനെ സിനിമകൾ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ആഗ്രഹമുണ്ട് എനിക്ക്. നമ്മള് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോജക്റ്റ് വരുമ്പോൾ അങ്ങനെ ചെയ്യാനും ഒക്കെ ഇഷ്ടമുണ്ട്. എനിക്ക് ശബ്ദമൊന്നുമില്ല അങ്ങനെ ചെയ്യണമെന്ന്, പെട്ടെന്ന് വെച്ചിട്ടില്ല അവരുടെ അടുത്ത്. അവരെ ഈ പറഞ്ഞല്ലേ നമുക്ക് ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അത് ചെയ്യുന്നത്, അല്ലാതെ വേറെ ഇതുകളൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ പോലെ എല്ലാ ആക്ടേഴ്സും നമുക്ക് ഓരോ ആക്ടേഴ്സിനും ഓരോ ട്രൈറ്റുകളും ഒക്കെയാണല്ലോ, നമുക്ക് അതെല്ലാം ഇഷ്ടമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു പ്രോജക്റ്റ് വരുമ്പോൾ എനിക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമാണ്. എനിക്കൊരിക്കലും അങ്ങനത്തെ ഒരു താല്പര്യക്കുറവോ ഒന്നുമുള്ള ഇതുകളല്ല. അത് വൈകാതെ വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു നടന്റെയോ ഒരു നടിയുടെ പേര് പറയാൻ പറ്റുമോ? അങ്ങനെ ഇപ്പോൾ എനിക്ക് ടോവിനോ, നിവിൻ അവരെയൊക്കെ വെച്ച്
അത് നമ്മൾ പ്രോജക്റ്റുകൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പോൾ അത് സ്ക്രിപ്റ്റ് പരിപാടികളൊക്കെ ആയി കഴിഞ്ഞിട്ട് അവരെ സമീപിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു ഇതുകളുണ്ട്. ഈ ആദ്യ ഭവന സ്റ്റുഡിയോസിൽ നിന്ന് നസ്രിയനും ബേസിലിനെയും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്ട് ആലോചിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പ്രേമലൂരിൽ അവർ രണ്ടുപേരുടെയും റോളുകളാണ് ഇവർ ചെയ്യുന്നത്, അതോ എഴുത്തിരി സമയത്ത് തന്നെ ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു കാസ്റ്റ്? അല്ല, അത് ദിലീഷേട്ടൻ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ നസ്രിയയും ബേസിലിനെ വെച്ച് ചെയ്യാൻ പറ്റിയ പല സബ്ജക്റ്റും ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വേറൊരു സബ്ജക്റ്റാണുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രേമലൂരിൻ്റെ സബ്ജക്റ്റ് പറയണതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഈ പടത്തിന് നസ്രിയും ബേസിൽ അങ്ങനെയല്ലായിരുന്നു. ഗിരീഷിന്റെ സിനിമകളൊക്കെ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഒരു താല്പര്യം തോന്നിയത് ഗിരീഷ് ഒരു കുറച്ചും കൂടെ ഒരു എന്താ പറയുക സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗിരീഷിന്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിൽ നസ്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാവും എന്നൊക്കെ കരുതി അങ്ങനെ ഒരു വെറുതെ ഒരു പരിപാടിക്ക് ഒരു തുടക്കത്തിന് എന്ന രീതിയിൽ ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ആ കൈറ്റ് ഒരു സുഖം. അപ്പം ഗിരീഷ് പറഞ്ഞിങ്ങനെ അതല്ല, നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ അത് അവർക്ക് പറ്റുന്നതാണോ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഈ ഐഡിയ പറഞ്ഞു. അപ്പം അതൊക്കെയല്ല, അത് ഓക്കെ ഐഡിയ, ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഐഡിയ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. നസറിൻ്റെയും മമതയുടെയും കാസ്റ്റിങ്ങിലും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് നല്ല രീതിയിൽ യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു സ്നേഹം എന്ന സിനിമ. യുവാക്കളുടെ ഇടയിൽ നല്ല തരംഗമായിരുന്നു ഒരു സിനിമ. ആ സിനിമ പോലൊക്കെ ഇന്നത്തെ യുവതലമുറയ്ക്ക് ഒരു ചർച്ചയും സ്നേഹവും അതുപോലെ തിയേറ്ററിലേക്ക് ഇപ്പൊ പറഞ്ഞ പോലെ കയറി ചെല്ലണം, സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പടമായിരിക്കും. ഉറപ്പായിട്ടും അത് ഇപ്പം അത്രയും ഡ്രാമയൊക്കെ ഉള്ള ലവ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഒരു സിനിമയിലും ഒക്കെ ഉണ്ടായ മൊത്തത്തിലുണ്ടായ ഒരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും ഒരു അങ്ങനത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് സെറ്ററായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. താങ്കൾ ചെയ്ത ഒരു വെബ് സീരീസിലൂടെയാണ് സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. അപ്പം അതിൽ നിന്ന് സിനിമയിൽ 2-3 സിനിമകൾ ചെയ്തു. അപ്പോൾ ഈ സിനിമയിലെ ട്രെയിലർ നോക്കുമ്പോൾ തന്നെ ആദ്യം ഒരു കഥാപാത്രം, അത് നമ്മുടെ ഫ്രണ്ട് ഗ്യാങ്ങിൽ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെ അത്ര പെർഫെക്റ്റ് ആയിട്ടൊക്കെ തോന്നിക്കുന്ന ഒരു കഥാപാത്രം. അപ്പം ഈ കഥാപാത്രം കേട്ടോ ഫസ്റ്റ് മൈൻഡ് കുറച്ച് ലീഡിങ് കിട്ടുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ ഫീൽ ചെയ്തോ? ഞാൻ ഒരുവിധം എല്ലാ പരിപാടികളും ചെയ്തിട്ടുണ്ട്. വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്, ചാനൽ ആങ്കറിങ് ചെയ്തിട്ടുണ്ട്, സ്മ്യൂള് ചെയ്തിട്ടുണ്ട്, ഡബ് സ്മാഷ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പൊന്മുട്ട എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെയായിരുന്നു കുറച്ചുകൂടെ ആൾക്കാർ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. എന്നോട് ആൾക്കാർ പെർഫോമൻസ് കൊള്ളാമെന്ന് പറഞ്ഞു തുടങ്ങിയത് പൊന്മുട്ട കണ്ടിട്ടാണ്. അപ്പോൾ ഇത് തന്നെ ഗിരീഷ് ബ്രോ തന്നെയാണ് വിളിച്ചത്, ഇങ്ങനെ ഒരു പടമുണ്ട്, ഒരു ക്യാരക്ടർ ഉണ്ട്, ഓഡീഷൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. ഓഡീഷൻ ചെയ്തു. ഓഡീഷൻ ചെയ്യുമ്പോഴും എനിക്ക് ക്യാരക്ടർ എത്ര വലുതാണെന്നോ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. ജസ്റ്റ് ചെയ്തു, പോയി. പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെയാണ്, ഇനി ഭാവന സ്റ്റുഡിയോസും കൂടെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവരും കൂടെ ഓക്കെ പറയണം എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ഓക്കെയാണ് എന്ന് പറഞ്ഞു. ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ ഈ സെറ്റ് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. അപ്പോൾ നമ്മൾ വെബ് സീരീസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കംഫർട്ടബിൾ ആയിരുന്നു അതുപോലൊരു സെറ്റാണ് ഇപ്പോൾ ഗിരീഷ് ബ്രോയുടെ സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളവിടെ പോയി കൊണ്ടു നിർത്തി വരട്ടുകയോ നിങ്ങളെന്താ ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഒന്നുമില്ല. നമ്മളൊരു ഹൈദരാബാദിലായിരുന്നു 1 മാസം ഷൂട്ട്. ഒരു വെക്കേഷൻ പോയൊരു ഫീൽ തന്നെയായിരുന്നു. അത്രയും നമ്മളെല്ലാവരും ഇപ്പം ഞങ്ങളുടെ താമസമാണെങ്കിൽ പോലും നസ്ലിൻ, ഞാൻ, സംഗീത്, മമിത, മീനാക്ഷി, അഖിലവർ നമ്മളെല്ലാവരും ഒരു അപ്പാർട്ട്മെന്റിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു ഫാമിലി ഒരു എൻവയൺമെന്റ് അവിടെ ഉണ്ടായിരുന്നു. ഷൂട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇംപ്രവൈസ് ചെയ്യണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ ഗിരീഷ് ബ്രോ പറയുക ചെയ്തോടാം, അത് കൊള്ളാം. അല്ലെങ്കിൽ നമ്മൾ സ്പോട്ടിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പുള്ളി ചിരിക്കും. അപ്പോൾ നമുക്കറിയാം പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഭയങ്കരമായിട്ട് ചിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ എന്തുകൊണ്ട് ചിരിക്കുന്നില്ല എന്ന് മനസ്സിലാകുന്നില്ല. അപ്പോൾ പിന്നെ ശ്യാം, എനിക്ക് ദിലീഷ് ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് ഞാൻ മര്യാദയ്ക്കൊന്ന് സംസാരിക്കുന്നത്. എനിക്ക് പുള്ളി ഭയങ്കര പേടിയാണ്, കാണുമ്പോൾ ഒരു പേടിയുണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇന്നത് മാറി.
ശ്യാമേട്ടനായിട്ടാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. പണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ശ്യാമേട്ടൻ എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശ്യാമേട്ടനും കുറച്ച് ദിവസം അവിടെ ലൊക്കേഷനിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയായിട്ട് കുറച്ചുകൂടെ ഒരു റാപ്പോ ഉണ്ട്. ഇപ്പൊ പിന്നെ എല്ലാവരുമായിട്ട് ഒരു ഐസ് ബ്രേക്ക് ആയെന്ന് തോന്നുന്നു ഗിരീഷ് ഏട്ടനായിട്ടൊക്കെ. അപ്പോൾ ഈ ആദ്യം എന്നുള്ള ക്യാരക്ടർ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഞാനൊരു കോർപ്പറേറ്റ് ആയിരുന്നു ഒരു 5 വർഷത്തോളം. ഞാൻ ബോംബെയിലായിരുന്നു, ഞാൻ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവരുടെ ഒരു മാനറിസവും ഒരു സോഫിസ്റ്റിക്കേഷൻ പരിപാടികളാണ് എന്നോട് പിടിക്കാൻ പറഞ്ഞത് ഗിരീഷ് ബ്രോ. ഞാൻ ഒരു നാടൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചൊരു നാടൻ ആളാണ്. പക്ഷെ എനിക്ക് ആ ഒരു അവരുടെ മാനറിസങ്ങളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഗിരീഷ് ബ്രോ പറഞ്ഞു തരും ഒരുപാട് സംഭവങ്ങൾ. എനിക്കത് വിത്ത് ആക്ഷൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. എടാ ഇത് ഇങ്ങനെ കൈ കാണിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു നന്നായിരിക്കും. അപ്പൊ അത് കാരണം കംഫർട്ടബിൾ ആയി ചെയ്യാൻ പറ്റി. പക്ഷെ എനിക്ക് പേഴ്സണലി എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അല്ല ഈ ആദ്യം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെയല്ല ആക്ച്വലി. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അത് എനിക്ക് ചെയ്യാൻ പറ്റിയത്. മമീദിന്റെ ഇപ്പൊ ട്രെയിലർ ആയിട്ട് ടീച്ചറിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ മമീദിന്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാർ ഒരു ഉറക്കൊഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ടോ? ഫാൻ ബേസ് കൂടുന്നുണ്ടോ? പേടി തോന്നുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ അവർ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണ് എന്നെ. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്. ആദ്യം ഹൈദരാബാദ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു വന്നിരുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ജർണിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ഇതിൻ്റെ ഒരു തെലുഗു വെർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു, തെലുഗു റീമേക്ക്. അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിൽ എനിക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കിൽ നന്നാവുന്ന എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഉള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചുമ്മാ ചിന്തിച്ചതാണ്. അതൊരു ഭയങ്കര പ്രോജക്റ്റായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല. അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം അത് ഈ സൂപ്പർ സ്റ്റാറിന് വഴിയാണ് അതിലോട്ട് എത്തിയത്. ഹൈദരാബാദിൽ ബുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ. ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അല്ലാതെ ത്രൂ ഔട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങളുണ്ടോ. അപ്പോൾ അത് ഒരു ഫ്രഷ് പശ്ചാത്തലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടാകും. പണ്ടിപ്പോ ഈ ടൈപ്പ് മൂവീസ് പ്രേമലു അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറിനെ പോലെ തോന്നിയത് നേരത്തെ വന്നിട്ട് അല്ലു അർജുൻ മൂവീസ് ആണ് ഓൾമോസ്റ്റ് ഈ തെലുഗു. അപ്പോൾ ആ ഒരു ടൈപ്പ് മൂവീസിനോട് എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ സാമ്യം ഉണ്ടോ? ഇല്ല, ആ ടൈപ്പ് ഇത് ഒരു മലയാളം പടം തന്നെയാണ്. ടിപ്പിക്കൽ മലയാളം പടം തന്നെയാണ്. മലയാളം പടം എങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ സെൻസിബിലിറ്റീസ് എങ്ങനെയാണോ തെലുഗു ഓഡിയൻസിൻ്റെ വേറെയാണ്. അല്ലു അർജുൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. ആ സെൻസിബിലിറ്റീസിൽ നിന്നിട്ടുള്ള പടമല്ല. ഇത് ടിപ്പിക്കൽ മലയാളം ഓഡിയൻസിൻ്റെ ഇതിൽ നിന്ന് എൻ്റെ എല്ലാ പടം പോലെ തന്നെ. അത് എനിക്കറിയില്ല, അത് വേറെ ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ല, അറിയാൻ പാടില്ല. അങ്ങനെയല്ല അതിൻ്റെ. മമീദിന്റെ ഇപ്പൊ ട്രെയിലർ ആയിട്ട് ടീച്ചറിൽ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ മമീദിന്റെ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ആൾക്കാർ ഒരു ഉറക്കൊഴിഞ്ഞൊക്കെ എഡിറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഉത്തരവാദിത്വം കൂടുകയാണോ അതോ പേടി തോന്നുന്നുണ്ടോ? ഫാൻ ബേസ് കൂടുന്നുണ്ടോ? പേടി തോന്നുന്നില്ല. ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, ഞാൻ പറഞ്ഞിട്ടൊന്നും അല്ല അവർ ചെയ്യുന്നത്. അപ്പോൾ അവരെനിക്ക് വേണ്ടിയിട്ട് പഠിക്കുന്ന സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ
അവർ എക്സാമിൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്ന് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുന്ന പോർഷൻസ് ആണ്. അവർ അത്രയും സപ്പോർട്ടീവ് ആണ് എന്നെ. അപ്പം അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ റെസ്പോൺസിബിൾ കുറച്ചുകൂടെ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി നമുക്ക് വരും. കാരണം അങ്ങനത്തെ കുറച്ച് പേര് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത പടങ്ങൾ എന്താണെന്നറിയാൻ, നമ്മളുടെ അടുത്ത മൂവ്മെന്റ് എന്താണെന്നറിയാൻ ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നല്ല പ്രോജക്ട്സ് ഇനിയും ചെയ്യണം, അവരെ കുറച്ചുകൂടെയും എന്താ പറയുക, അവരെ സന്തോഷിപ്പിക്കണം എന്ന് തോന്നാറുണ്ട്. ആദ്യം ഹൈദരാബാദ് എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു വന്നിരുന്നത്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സൂപ്പർ ജെർണിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണ്. ഇതിൻ്റെ ഒരു തെലുഗു വെർഷൻ ഞങ്ങൾ ആലോചിച്ചായിരുന്നു, തെലുഗു റീമേക്ക്. അത് കുറച്ചും കൂടി മലയാളത്തിനേക്കാളും കൂടുതൽ തെലുങ്കിലേക്ക് കുറച്ചും കൂടി വേറെ മാറ്റി ചെയ്തിരുന്നെങ്കിൽ തെലുങ്കിൽ നന്നാവുന്ന എനിക്ക് തോന്നിയിരുന്നു. അപ്പം അങ്ങനെ ഹൈദരാബാദിൽ നിന്ന് ഉള്ളൊരു ഓപ്ഷനിൽ ഞങ്ങൾ ചുമ്മാ ചിന്തിച്ചതാണ്. അതൊരു ഭയങ്കര പ്രോജക്റ്റായിട്ട് ഭയങ്കര സീരിയസ് ആയിട്ട് ചിന്തിച്ചതല്ല. അങ്ങനെ ചിന്തിച്ച് പിന്നെ അത് വിട്ടു. അപ്പോഴും ഹൈദരാബാദ് എന്നുള്ളൊരു സംഭവം അവിടെ കടന്നിരുന്നു. അങ്ങനെ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര, ഞാൻ അതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ തെലുങ്ക് പടങ്ങൾ പണ്ട് തുടങ്ങി കോളേജിൽ പഠിക്കുമ്പോൾ പാട്ടുകളും ഇതൊക്കെ കാണുമ്പോൾ ഹൈദരാബാദ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമായിരുന്നു. അപ്പം അങ്ങനെ ഈ ഹൈദരാബാദ് ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അടുത്ത പടത്തിന് ഹൈദരാബാദ് വയ്ക്കാം എന്നുള്ളൊരു സംഭവം, അത് ഈ സൂപ്പർ ചെന്നൈ വഴിയാണ് അതിലോട്ട് എത്തിയത്, ഹൈദരാബാദിൽ ബുക്കായത്. പിന്നെ ആ പടം ഒരു ഹൈദരാബാദിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ഇപ്പോൾ ചെന്നൈ, ബാംഗ്ലൂരൊക്കെ മലയാളത്തിൽ വന്നിട്ടുള്ളതാണ് സിനിമകൾ. ഹൈദരാബാദ് അങ്ങനെ സിറ്റി ആയിട്ട് കാണിച്ചിട്ടുള്ള ഫിലിം സിറ്റിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് പടങ്ങൾ. അല്ലാതെ ത്രൂ ഔട്ട് സിറ്റിയിൽ ഷൂട്ട് ചെയ്ത പടങ്ങൾ മലയാളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, എനിക്കറിയില്ല അങ്ങനത്തെ പടങ്ങളുണ്ടോ. അപ്പോൾ അത് ഒരു ഫ്രഷ് പശ്ചാത്തലമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ആണ് അങ്ങനെ ഹൈദരാബാദിൽ സെറ്റ് ചെയ്യാനുള്ള തീരുമാനം. പണ്ടിപ്പോ ഈ ടൈപ്പ് മൂവീസ് പ്രേമലു അല്ലെങ്കിൽ സൂപ്പർ ഷെറിനെ പോലെ തോന്നിയത് നേരത്തെ വന്നത് അല്ലു അർജുൻ മൂവീസ് ആണ്, ഓൾമോസ്റ്റ് ഈ തെലുഗു. അപ്പോൾ ആ ഒരു ടൈപ്പ് മൂവീസിനോട് എന്തെങ്കിലും റിലേഷൻ അല്ലെങ്കിൽ സാമ്യം ഉണ്ടോ? ഇല്ല, ആ ടൈപ്പ് ഇത് ഒരു മലയാളം പടം തന്നെയാണ്, ടിപ്പിക്കൽ മലയാളം പടം തന്നെയാണ്. മലയാളം പടം എങ്ങനെയൊക്കെയാണോ, അല്ലെങ്കിൽ മലയാളി ഓഡിയൻസിൻ്റെ സെൻസിബിലിറ്റീസ് എങ്ങനെയാണോ, തെലുഗു ഓഡിയൻസിൻ്റെ വേറെയാണ്. അല്ലു അർജുൻ്റെ പടങ്ങൾ ഞാൻ കാണാറുണ്ട്. ആ സെൻസിബിലിറ്റീസിൽ നിന്നിട്ടുള്ള പടമല്ല, ഇത് ടിപ്പിക്കൽ മലയാളം ഓഡിയൻസിൻ്റെ ഇതിൽ നിന്ന് എൻ്റെ എല്ലാ പടം പോലെ തന്നെ. അത് എനിക്കറിയില്ല, അത് വേറെ ഭാഷയിൽ അങ്ങനത്തെ ഒരു ഇതായിരിക്കുമെന്ന് എനിക്കറിയില്ല, അറിയാൻ പാടില്ല. അങ്ങനെയല്ല അതിൻ്റെ. ദിലീഷേട്ട, ഇപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം ഇറങ്ങിയിട്ട് 8 വർഷം ആയിരിക്കുന്നു. അപ്പോൾ മഹേഷിൻ്റെ പ്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഈ ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടും ബ്രില്യൻസിനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് ഫിലിം എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവൻ്റ് ആണ്. പ്രകാശ് സിറ്റിയും അല്ലെങ്കിൽ ഫഹദിൻ്റെ ചിരിയും ഒക്കെ ഇന്നും റോളുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്നേ ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബ്രില്യൻസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവൻ്റ് ആണ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ ആ ഇഷ്ടപ്രതികാരത്തിന് വല്ലാത്തൊരു അത്യധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാം ചേട്ടനും ദിലീഷ് ചേട്ടൻ? ഒരിക്കലുമില്ല. അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടും ഒക്കെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കുറച്ച് ഒതൻറ്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് ഇങ്ങനെ അങ്ങനെ ആവുന്നൊന്നും കരുതിയിട്ടില്ല നമ്മൾ. പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത്ര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറൊന്നും അല്ല ഞാനപ്പം. അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 50 ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യത്തിൽ ആ പടം ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ഈ ദിലീഷേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വരും. ഇപ്പോൾ ദിലീഷേട്ടൻ മഹേഷിൻ്റെ പ്രചാരത്തിലൊരു വോളിബോൾ മോഡൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ദിലീഷേട്ടൻ ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൽ പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കുറിപ്പെടുന്നു. അപ്പോൾ ഈ ബ്രില്യൻസ് ഒരു വലിയ പ്രശ്നമാകാറുണ്ടോ? അത് വീട്ടാൻ നോക്കുക, ഇതൊന്നും ഒരു കാര്യമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഒരു സിനിമ നന്നാകുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത്
ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും. സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ല ഇരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കും. നമ്മൾ ഈ പ്രേമലു എന്ന് പറയുന്ന പടങ്ങൾ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിയപ്പോൾ നമ്മൾ പറയും, അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിൻ്റെ തലേ ദിവസമൊക്കെയാണ് ഡയറക്ടറൊന്ന് സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ആർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ടിനെ റീഡ് ചെയ്യുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേച്ചാൽ മതി. നമ്മൾ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു പോസ്റ്റോ ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ട് ഇതിന് ഇങ്ങനെ ഒരു അർത്ഥം ഉണ്ടായിരുന്നോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും നമ്മളും കാണുവാണോ അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ അങ്ങനത്തെ ഒരു അല്ല രാശിനായിട്ട് അല്ല, ഞാൻ അങ്ങനത്തെ സൂപ്പർസ്റ്റിഷനിലൊന്നും വിശ്വസിക്കുന്ന ആളല്ല. രാശി അങ്ങനെയൊന്നല്ല. ഭയങ്കര കംഫർട്ടബിൾ. നല്ല നടനാണ്. നല്ല നടനാണെന്ന് അല്ല, നല്ല നടനാണ് അവൻ പ്രൂവ് ചെയ്തിട്ടുള്ളത്. അത് എനിക്കിപ്പോ അടുത്ത പടത്തിൽ നസലിനെ അഭിനയിക്കാന്നുള്ളത് അതൊരു പ്രശ്നമായിട്ട് എനിക്കും ഫീൽ ചെയ്തിട്ടില്ല. അത് ആർക്കും ഫീലിംഗ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അഭിനയിക്കാൻ അറിയാവുന്ന ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഒരു സിനിമയിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു പാപവും. അത് 10 സിനിമയിലും അത് ഇപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ പടത്തിലായാലും സിനിമയിലായാലും അവർക്കൊക്കെ അവരുടെ കംഫർട്ട് സോണിലുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആക്ടേഴ്സ് ഉണ്ടാവും. എല്ലാവരും ഉണ്ട്. ഇപ്പോൾ സത്യൻ സാറ് എന്നൊക്കെ പറയുന്ന പോലെ അതിനങ്ങനെ കണ്ടാൽ മതി എന്ന് എനിക്ക് നല്ലൊരു ആക്ടറാണ്, റൈറ്ററാണ്. അപ്പൊ അദ്ദേഹത്തെ വെച്ചിട്ടൊരു സിനിമ ചെയ്യാനായിട്ട് ഒരു ആലോചന. അദ്ദേഹത്തെ വെച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് വരും. നെസ്ലിൻ ഇപ്പോൾ ഈ ആളുകൾ പറയുന്നുണ്ടല്ലോ നെസ്ലിൻ്റെ കംഫർട്ട് സോൺ ഇതാണ്, സേഫ് സോൺ ഇതാണ് എന്നൊക്കെ. അപ്പോൾ ഈ അങ്ങനെ ഉണ്ടായിരുന്ന സമയത്ത് ആളുകൾ പലപ്പോഴും അത് ബ്രേക്ക് ചെയ്തിട്ടൊക്കെ വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിവിൻ പോളി മൂത്തോൻ ചെയ്തിട്ടുണ്ട്, ഭയങ്കര ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ളത്. പക്ഷേ ആരും പറയാതെ തന്നെ RDX പോലെ ഈ ആക്ഷൻ സിനിമകളിലേക്കൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കംപ്ലീറ്റ്ലി വേറൊരു ജോണറിൽ ഒരു ആക്ഷൻ സിനിമയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹൈ ഇൻറ്റൻസ് ആയിട്ടുള്ള സിനിമയൊക്കെ കുരുതിയിലായിട്ട് ഷെയ്ഡ്സ് കണ്ടിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ മാറുന്ന റോളുകൾ വരുന്നുണ്ടോ? അങ്ങനെ മനസ്സിൽ പ്ലാൻ ഉണ്ടോ? ഹലോ, എനിക്കും ഈ കൈൻഡ് ഓഫ് റോളുകൾ മാത്രം ചെയ്തു പോകണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ അങ്ങനെയൊന്നുമില്ല. എനിക്കും ഇതേപോലെ നല്ല കഥാപാത്രങ്ങൾ വരികയാണ്, അത് എനിക്കും അതിലെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സബ്ജക്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇനി വരുന്ന സബ്ജക്റ്റുകളാണെങ്കിലും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ് ക്യാരക്ടേഴ്സ് ഇതുവരെ ചെയ്തതിൽ നിന്നും. അപ്പോൾ ഞാനും വെയിറ്റിംഗ് ആണ് അതിന് വേണ്ടിയിട്ട്. ചെയ്ത കഥാപാത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും, നല്ല നമ്മളുടെ കണ്ടിട്ടുള്ള കഥാപാത്രം. പക്ഷെ ശരിക്കും നെസ്ലിനെ കാണാൻ ഭയങ്കര സീരിയസ് ആയിട്ട് നല്ല ഭയങ്കര ഓവർ മെച്യൂർഡ് ആയിട്ട് തോന്നുന്നു. അപ്പൊ ഇത് മെച്യൂരിറ്റി ഒന്നുമല്ല, പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇത് തോക്ക് വെച്ചേക്കുന്ന പോലെയല്ല ക്യാമറ ഇങ്ങനെ വന്നിരിക്കുമ്പോ. ഇന്റർവ്യൂസ് ഒക്കെ ആണെങ്കിലും ടക്കൊക്കെ പറഞ്ഞ ഭയങ്കരമായിട്ട് ഇരിക്കുന്ന ഒരു അങ്ങനെ ഒരാളായിട്ട് ഫീൽ ചെയ്താൽ അപ്പൊ സോഷ്യൽ മീഡിയയിലായാലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും അങ്ങനെ ആണോ? ഇന്റർവ്യൂസ് ഒക്കെ ആയിട്ടും ഞാൻ ഇങ്ങനെ മറുപടി പറയത്തുള്ളൂ അങ്ങനെ ഒരു ഇതുപോലെ അല്ല. ഇതിപ്പോ പടത്തിൽ അത് ചെയ്യുന്നത് ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാണ്, ആ സിറ്റുവേഷനിൽ അങ്ങനെ ബിഹേവ് ചെയ്യുന്നത്. ഇപ്പൊ ഗിരീഷ് ഏട്ടന്റെ പടങ്ങളിലാണെങ്കിലും ഇപ്പൊ ഈ സിനിമയിലാണെങ്കിലും ആ ക്യാരക്ടറാണ് അത് അവിടെ ബിഹേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിരിക്കുകയാണ്. അത് ഇങ്ങനെയാണ് പൊതുവെ. ഗിരീഷേട്ട ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായിട്ട് തന്നെയുള്ള ഒരു വാചകമായിരുന്നു, എനിക്ക് നിനക്ക് എന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടുക എന്നുള്ളത്. അതിന് ഇങ്ങനെ ഒരു കൗണ്ടർ ഉണ്ട് എന്ന് നമ്മളങ്ങനെ ആരും ആലോചിച്ചിട്ടില്ല.
അങ്ങനെ ഞാൻ പറയില്ല, കാരണം എനിക്ക് എന്നെ പറ്റിയിട്ട് നല്ല മതിപ്പാണെന്നുള്ളത്. ഈ ഡയലോഗ് എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? അത് എഴുത്തിൽ തന്നെ ഉണ്ടായിരുന്നത്, സ്പോട്ടിൽ വന്നതാണ്? എഴുതിയതാണ്. അതെനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്ന് വന്നതാണ്. അതന്ന് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കും. അത് കഴിഞ്ഞ് അത് എഴുതുമ്പോൾ അത് അങ്ങനെ വന്നു പോയി. ഈ പ്രേമം അന്ധന്മാർ മാത്രമല്ല മണ്ടന്മാരാക്കും എന്ന് പറയുന്ന ഡയലോഗും റിയൽ ലൈഫ് ഇൻസ്പയർഡ് ആണോ? അല്ല അത് എഴുതിയപ്പോ വന്നതാണ്. ചെയ്യുന്ന എല്ലാ ലവ് സ്റ്റോറീസിലായാലും ഒന്നിനൊന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു ലവ് സ്റ്റോറി മറ്റേ കണക്ട് ചെയ്യാൻ ഓരോ ലവ് സ്റ്റോറിയിൽ അതിന്റെ യൂണീക്നെസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂണീക്ക് ആയിട്ടുള്ള കണ്ടന്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒരു ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കണം എന്ന് ഒരിക്കലും കമ്പാരിസൺ ഉണ്ടാവരുതെന്ന് വിചാരിച്ചിട്ടാണ്? എല്ലാ ലവ് സ്റ്റോറീസിലും ഒരേ പാറ്റേൺ, ഒരു ഡിഫറെന്റ് ആയിട്ട് യൂണീക്ക് ആയിട്ട് എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതെ അത് അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ അത് വേറെ ആയിരിക്കണമല്ലോ. അപ്പം ആ ക്യാരക്ടേഴ്സിൻ്റെ ഡിഫറൻസ് ആണ് അതിലെ റൊമാൻസ് എങ്ങനെയാണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാരക്ടേഴ്സ് മാറുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആകുമ്പോൾ തന്നെ ലവ് സ്റ്റോറീസ് ആണെങ്കിലും ആ രണ്ട് ക്യാരക്ടേഴ്സ് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് രണ്ട് അപ്ബ്രിങ്ങിങ്ങിൽ വളർന്ന ആൾക്കാർ ചെയ്യുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വേറൊരു ഡൈനാമിക്സ് ആയിരിക്കും. അത് തന്നെ ആണ് അതിൻ്റെ ഇത്. എല്ലാത്തിലും അങ്ങനത്തെ റൊമാൻസ് ഉണ്ടെങ്കിലും ആ റൊമാൻസിന് വേറെ ഡൈമെൻഷൻസ് ഉണ്ടാവാൻ ശ്രമിക്കാറുണ്ട്. ടെൻഷൻ എനിക്ക് തോന്നുന്നു ചിലപ്പം പ്രൊഡ്യൂസറായിട്ട് ഒരു പടം ഇറങ്ങുമ്പോഴായിരിക്കും. അല്ല, എനിക്ക് പ്രൊഡ്യൂസർ ആക്ടറായിട്ട് ഒരു സിനിമ ഇറങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത്ര കമ്പാരിറ്റീവ്ലി എപ്പോഴായാലും കുറച്ചും കൂടി ഇതായിരിക്കും. പക്ഷെ പ്രൊഡ്യൂസറായിട്ടും ഡയറക്ടറായിട്ടും ഉറപ്പായിട്ടും ടെൻഷൻ ഉണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ഡയറക്ടർ എന്ന നിലയിൽ ഒരു നമ്മൾ വേറെ തരം ടെൻഷനായിരിക്കും നമുക്കുണ്ടാവുക. പക്ഷെ പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് വേറൊരു ടെൻഷനാണ് ഉണ്ടാവുക. കുറച്ചും കൂടെ നമ്മൾ ഉത്തരവാദിത്തങ്ങൾ വേറെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. രണ്ട് തരത്തിലാണ്. ടെൻഷന് എന്തായാലും കുറവൊന്നുമില്ല. അല്ല, അങ്ങനെ ഒരു പടം ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നല്ല, ഒരു പടം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുള്ളതാണ് അത്രേ ഉള്ളത്. അല്ല, ആഗ്രഹമില്ലാതെ ഉണ്ടാവുമോ? എന്തായാലും ആഗ്രഹം ഉണ്ടാവില്ലേ? എന്താണെന്നും ഇതിന് എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഉണ്ട്. അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ്. തങ്കത്തിന് ശേഷം രണ്ടുപേരും പറഞ്ഞതിൽ കൂടുതൽ ഒന്നും പറയാനില്ല. ഫെബ്രുവരി 9 റിലീസ് ചെയ്യാണ്. ഗിരീഷേട്ടൻ്റെ കൂടെ 4ാമത്തെ സിനിമയാണ് അത്. ഗിരീഷേട്ടൻ ചെയ്ത എല്ലാ സിനിമയിലും ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഭാവന സ്റ്റുഡിയോസാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയണം എന്നാണ് പറയാനുള്ളത്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ദിലീഷ് ചേട്ടനും ഗിരീഷ് ചേട്ടനും എല്ലാം സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. ആക്ച്വലി നസ്ലൻ പറഞ്ഞ പോലെ 9-ാം തീയതി റിലീസാകുമ്പം മാക്സിമം അന്ന് തന്നെയോ അല്ലെങ്കിൽ ആ ആഴ്ച തന്നെയോ പടം കാണാൻ ശ്രമിക്കുക. നല്ലൊരു ഫിലിമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എല്ലാ യൂത്ത് ആൾക്കാർക്കും അതേപോലെ ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഭയങ്കരമായിട്ടും എന്താ പറയുക, എൻജോയ് ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് കണ്ടുപോകാം. ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു മൂവിയാണ്. താങ്ക് യു. കൂടെയും ദിലീഷേട്ടൻ്റെ കൂടെയൊക്കെ ടീമിൻ്റെ കൂടെ ഒരു പടം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് തോന്നുന്നു തണ്ണീർമത്തിനും സൂപ്പർ സെറിനെയൊക്കെ കണ്ടിട്ടുള്ള നമുക്കറിയാം. ഒരു ഗിരീഷേടി പടങ്ങളുടെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന, തമാശ നിറഞ്ഞ, ഭയങ്കര ലോജിക്കൊന്നും യൂസ് ചെയ്യേണ്ട, നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് കാണാൻ പറ്റുന്ന പടങ്ങളായിരുന്നു.
അതുപോലെ തന്നെ നല്ലൊരു കളർഫുൾ പടം തന്നെയാണ്. ഇത് ഹൈദരാബാദിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിലാണ് ഈ കഥ നടക്കുന്നത്. പിന്നെ യൂത്തിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള നസ്ലിനും മമതയൊക്കെയാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഒരു വാലന്റൈൻ വീക്കിൽ എല്ലാവർക്കും കണ്ട് റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു നല്ല സിനിമയായിരിക്കും തോന്നുന്നു. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. താങ്ക് യു. നസിലിനും അമിത യൂത്തിന്റെ മാത്രം അല്ലാന്ന് തോന്നുന്നില്ല. എന്തെങ്കിലും ചോദിക്കില്ലേ? അല്ലേ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.